നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 1 ആക്ടിവിറ്റീസ് ആണ്. അതായത് പേജ് നമ്പർ 20 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന്? In the picture below, the side AC of the triangle ABC is extended to D. By adding the length of the side CB, then the line through C parallel to DB is drawn to meet AB at E. Then prove that CE bisect angle C. Describe how this can be used to divide 8 centimeters long line in the ratio 4:5. Can we use it to divide an 8 centimeter long line in the area in the ratio 3:4? How? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ക്വസ്റ്റിനകത്ത് ഒരു ഫിഗർ ഉണ്ട് അല്ലേ? യെസ്, ഇതാണ് ആ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഷേപ്പ് ഫിഗർ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. കണ്ടില്ലേ? ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ AC എന്ന് പറയുന്ന ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തു D എന്ന് പറയുന്ന പോയിന്റിലേക്ക്. പക്ഷെ ഈ CD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തിനോട് ഈക്വൽ ആണ്? സിയിൽ നിന്ന് ബി, ഈ CB എന്ന് പറയുന്ന ഈ സൈഡിനോട് ഈക്വൽ ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ബിയും ഡിയും കൂടെ ജോയിൻ ചെയ്തു. എന്നിട്ട് ബി ഡിക്ക് പാരലൽ ആയിട്ടൊരു ലൈന് സിയിലൂടെ വരച്ചു. കണ്ടോ? ഇതാണ് CE പാരലൽ ടു BD ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് നമ്മളോട് ആദ്യം പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് CE ബൈസെക്ട് ആംഗിൾ C. അതായത് CE എന്ന് പറയുന്നത് ഈ ലൈന് ആംഗിൾ CA ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അത്. അതായത് CE ബൈസെക്ട് ആംഗിൾ C അല്ലെ? യെസ്. അപ്പൊ നമുക്ക് എന്താ കിട്ടേണ്ടത്? ആംഗിൾ ACE ഇസ് ഈക്വൽ ടു ദിസ് വൺ. ഈ ആംഗിൾ ACE ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? ആംഗിൾ BCE. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ഇവിടെ തന്നിരിക്കുന്നതിൽ എന്തൊക്കെയാണ്? CD ഈസ് ഈക്വൽ ടു എന്താണ്? CB അല്ലെ? BCയുടെ ഈ ലെങ്ത് എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ CDയുടെ ലെങ്ത്. സോ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം ABCD എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ ട്രയാങ്കിൾ BCD. ട്രയാങ്കിൾ BCD. ഇവിടെ നമുക്ക് CD ഈസ് ഈക്വൽ ടു BC ആണ് അല്ലെ? അതായത് ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. Therefore the opposite angles of the equal sides are equal. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ CD എന്ന് പറയുന്ന ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്താണ്? ഇതാണ് ഈ ആംഗിളും. അതുപോലെ BC എന്ന് പറയുന്ന ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? BC എന്ന് പറയുന്ന ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ D ആണ്. സോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ? കൺസിഡർ ദ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് എന്ത് കണ്ട്? CD is equal to BC ആണ്. Therefore angle D is equal to angle B. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാം എന്താണ്? ഈ BD എന്ന് പറയുന്ന ഈ ലൈനും CE എന്ന് പറയുന്ന ലൈനും പാരലൽ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ? Therefore നമുക്ക് എഴുതാൻ പറ്റും BD is parallel to ഏതാണ്? EC അല്ലെങ്കിൽ CE. അതെന്താണ്? ഗിവൺ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യമാണ് അല്ലെ? യെസ്. അപ്പൊ ഇത് രണ്ടും പാരലൽ ലൈൻ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ഇവിടെ വരുന്ന ഈ ആംഗിൾ ഡിയും ആംഗിൾ സിയും എന്താണ്? അല്ലെങ്കിൽ ആംഗിൾ ഡി ദിസ് ആംഗിളും ഈ വരുന്ന ആംഗിൾ ACE എന്ന് പറയുന്ന ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആയിരിക്കും. എന്താ റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. Therefore നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? ആംഗിൾ D is equal to therefore angle D is equal to angle ACE. Angle ACE. Okay, angle D is equal to angle ACE. Yes, corresponding angles are. Reason എന്താണ്? Corresponding angles അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത് നോക്കാം നമുക്ക്. യെസ്, ഇത് ഈ രണ്ട് പാരലൽ ലൈനെയും ക്രോസ് ചെയ്ത് വരുന്ന ഒരു ട്രാൻസ്വേഴ്സലാണ് ഇത് BC എന്ന് പറയുന്നത് അല്ലെ? BC എന്ന് പറയുന്നത് എന്താണ്? ഈ EC എന്ന് പറയുന്ന ഈ ലൈനെയും BD എന്ന് പറയുന്ന ഈ രണ്ട് പാരലൽ ലൈൻസിനെയും ക്രോസ് ചെയ്ത് വരുന്ന ഒരു ലൈനാണ് ഇത്
ഒരു ട്രാൻസ്വേഴ്സിലാണ് ഇത് ബി സി. അപ്പൊ ഇവിടെ വരുന്ന ഈ ആംഗിളും, അതായത് ആംഗിൾ ബിയിലെ ഇവിടെ വരുന്ന ആംഗിൾ കണ്ടില്ലേ, ആംഗിൾ സി ബി ഡി എന്ന് പറയുന്ന ഈ ആംഗിളും ആംഗിൾ ബി സി ഇ എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ ദിസ് വൺ, അതായത് സി ബി ഡി, ആംഗിൾ സി ബി ഡി ഇസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ ബി സി ഇ, ആംഗിൾ ബി സി ഇ. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യമാണ്. യെസ്. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, അതുപോലെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. നമുക്കറിയാം എന്താണ് ദീസ് ടു ആംഗിൾസ്, ഈ രണ്ട് ആംഗിളും ആദ്യം തന്നെ നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ദിസ് വൺ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി, അല്ലെങ്കിൽ ആംഗിൾ ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആംഗിൾ സി ബി ഡി, ആംഗിൾ സി ബി ഡി, ആംഗിൾ സി ബി ഡി. ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു അല്ലെ. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, അതിനൊന്ന് നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താ കിട്ടിയത്? ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി ഇ എന്ന് പറയുന്നത്. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ എ സി ഇ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതിനെ നമ്മൾ 2 എന്ന് കൊടുത്തു എന്ന് വരുന്നത് 2. പിന്നെയോ തേർഡ് വൺ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്, ആംഗിൾ സി ബി ഡി, ആംഗിൾ സി ബി ഡി. സി ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്തിനോട് ഈക്വൽ ആണ്? ദിസ് വൺ, ഈ ആംഗിളിനോട് ഈക്വൽ ആണ് അല്ലെ. സോ നമുക്ക് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദീസ് ടു ആംഗിൾസ് ആർ ആൾസോ ഈക്വൽ എന്ന് പറയാം. എന്താ കാരണം? ഈ ആംഗിൾ ഇവിടുത്തെ വരുന്ന ഈ ആംഗിളിനോട് ഈക്വൽ ആണ് അല്ല. അത് നമ്മൾ ആദ്യമായിട്ട് എഴുതി. രണ്ടാമത് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി, ഈ ആംഗിളിനോട് ഈക്വൽ ആണ്. ദിസ് വൺ ഈസ്, അതായത് ഈ തന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ സി ബി ഡി എന്ന് പറയുന്നത് ആംഗിൾ ബി സി ഇക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. Therefore ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ വരുന്ന ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയാം. Therefore എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ എ സി ഇ ഇസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ ബി സി ഇ, ആംഗിൾ ബി സി ഇ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. Therefore CE bisect the angle C അല്ലേ. CE എന്ന് പറയുന്ന ഈ ലൈൻ എന്ത് ചെയ്യുന്നു? CE എന്ന് പറയുന്ന ഈ ലൈന് ആംഗിൾ CA ബൈസെക്ട് ചെയ്യുന്നു. ഓക്കെ, യെസ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡിസ്ക്രൈബ് ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ് 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. അതായത് 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനെ നമ്മൾ 4:5 എന്ന് പറയുന്ന റേഷ്യോയിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഡിവൈഡ് ചെയ്യുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ആദ്യം നമ്മൾ ഒരു 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. അതിന് നമ്മൾ AB എന്ന് പേര് കൊടുത്തു. 8 സെന്റിമീറ്റർ ലെങ്ത് ആണുള്ളത് അല്ലെ. ഇനി നമുക്കറിയാം 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെയുള്ള ഒരു സൈഡ് നമ്മൾ 4 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യാം? നമ്മുടെ കോമ്പസിനകത്ത് 4 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുന്നു. അതുപോലെ ബിയിൽ നിന്ന് നമ്മൾ 5 സെന്റിമീറ്റർ എടുക്കുക, എന്നിട്ട് നേരത്തെ വരച്ച ആർക്കിനെ കട്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഈ പോയിന്റിന് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിയും സിയും കൂടെ യോജിപ്പിക്കുക. അതുപോലെ നമ്മുടെ ഈ ബിയും സിയും എയും സിയും കൂടെ യോജിപ്പിക്കുക. അപ്പൊ എന്തായി? ട്രയാങ്കിൾ ABC കിട്ടി. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്കറിയാം ഈ സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാ വരുന്നത്? 5 സെന്റിമീറ്റർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു എന്താണ് ട്രയാങ്കിളിന്റെ ഒരു ട്രയാങ്കിളില് അതിന്റെ ബേസിന്റെ ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സിൽ നിന്ന് ഉള്ള ഈ സൈഡ് എന്ന് പറയുന്നത് ഏത് റേഷ്യോയിലാണോ ഈ സൈഡ് ഉള്ളത് അതേ റേഷ്യോയില് ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈന് എന്തിനെ ബൈസെക്ട് ചെയ്യും? ഈ ഏരിയയെ ബൈസെക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതേ ആംഗിളിൽ തന്നെയാണ് ഏത് വരിക? ഏത് റേഷ്യോയിലാണോ ഈ ആംഗിൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ സൈഡ് ഇരിക്കുന്നത് അതേ റേഷ്യോയിലാണ് എന്ത് വരിക? ഇതിന്റെ ആംഗിൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാം.
ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രൂപത്തിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലെങ്ത് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോമ്പസിനകത്ത് എത്രയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. അതേ റേഡിയസിൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ നമ്മൾ സെന്റർ പോയിന്റ് ആക്കി വെച്ചിട്ട് ഇവിടെയും ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇത് സെന്റർ പോയിന്റ് ആക്കി വെച്ചിട്ട് ഇവിടെയും ആർക്ക് വരയ്ക്കുന്നു. കണ്ടോ? എന്നിട്ട് എന്താ, ഈ ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഇപ്പൊ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4:5 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു അല്ലെ? യെസ്, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഒരു ആംഗിൾ ഒരു വെർട്ടെക്സിൽ നിന്ന് അതിന്റെ സൈഡിൽ ഏത് റേഷ്യോയിലാണോ ഉള്ളത് അതേ റേഷ്യോയിലാണ് ഈ ആംഗിൾ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം വെച്ചിട്ടാണെങ്കിൽ യെസ്, ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ ഈ ആംഗിൾ എങ്ങനെ ഏത് റേഷ്യോയിലാണ്? 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഈ ആംഗിളും ബൈസെക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതിന്റെ ഏരിയയും ഏത് തന്നെ വരിക? 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പൊ ഈ ബേസ് എന്തിലാ വരിക? അപ്പോൾ 4ഉം 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഈ ബേസിന്റെ ലെങ്ത്തിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഒരു 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ബേസ് ആയിരുന്നു, അതിന് ഏത് റേഷ്യോയിലാണ് ചെയ്തിരിക്കുന്നത്? ഈ സൈഡ് രണ്ടും 4:5 ആയതുകൊണ്ട് ഇത് എന്തിനായിരിക്കും? 4:5 ഓക്കെ. യെസ്, ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, സി അല്ലെ, തേർഡ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ ഉണ്ട്. 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ബേസിനെ നമുക്ക് 3:4 എന്ന് പറയുന്ന റേഷ്യോയില് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്ന AB അല്ലെ, ഇതിന് 8 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3:4 ആണ് അല്ലെ, 3:4 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 3 എന്ന് പറയുന്ന 3 സെന്റിമീറ്റർ ലെങ്ത് നമ്മുടെ കോമ്പസിനകത്ത് എടുത്തിട്ട് എ സെന്റർ പോയിന്റ് ആക്കി വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? 4 സെന്റിമീറ്റർ കോമ്പസിനകത്ത് എടുക്കാം, എന്നിട്ട് ബി സെന്റർ പോയിന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഒരു ആർക്ക് വരയ്ക്കാം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ആർക്കും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല അല്ലെ? അപ്പോൾ നമുക്കിത് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഇതിന്റെ തേർഡ് പോയിന്റ് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിന്റെ സം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം നേരത്തെ പഠിച്ചതുണ്ട് അല്ലെ? ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ 3:4 ആയതുകൊണ്ട് എന്താവുന്നില്ല, ഇതിനേക്കാൾ കൂടുതൽ വരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താണ് ക്വസ്റ്റ്യൻ? In the figure, the diagonals of a quadrilateral split into 4 triangles. The areas of 3 of them are shown in the picture. Calculate the area of the all quadrilateral. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ ഉണ്ട്, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലെ? ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററിനെ 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ട്രയാങ്കിൾസിന്റെ ഏരിയ അവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററിന്റെ ടോട്ടൽ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ അതിൽ നാലാമതൊരു ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഇതിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ 4 ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററിൽ ഏരിയ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അതിനൊരു പേര് കൊടുക്കണം, ABCD. ഈ മിഡിൽ പോയിന്റ് നമ്മൾ E എന്ന് കൊടുത്തു. ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ AC ബേസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇതിന് ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള ഈ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിന്റെ ഏരിയ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ നിന്നുള്ള ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഈ 2 ട്രയാങ്കിളിന്റെയും ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? അതായത് ഈ 2 റേഷ്യോയും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇവിടെ അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? X എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിളിന്റെ റേഷ്യോ, ഈ 2 ട്രയാങ്കിളിന്റെ റേഷ്യോ ഏതിലാണോ വരുന്നത് അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഇവിടെ തന്നിരിക്കുന്ന 2 ട്രയാങ്കിൾസിന്റെയും റേഷ്യോ വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 60:x is equal to 30:10 എന്ന് എഴുതാം അല്ലെ? ഇതിന്റെ റേഷ്യോ എന്താണോ അതേ റേഷ്യോ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് x കണ്ടുപിടിക്കാം. 60:x, that is 60 into 10 is equal to 30 into x into 30 ആയിരിക്കും. That is x into 30 is equal to 60 into 10. Okay. Yes, that is x ഇവിടെ നിർത്തുകയാണെങ്കിൽ 30 അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വരും?
x is equal to 60 into 10 divided by 30 അല്ലേ? 30 130, 60 2, that is x is equal to എന്താണ് 20. therefore ഈ ഇവിടെ വരുന്ന ഏരിയ എന്തായിരിക്കും 20 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, യെസ്. അപ്പോൾ ഇത് സെയിം റേഷ്യോ വരാമല്ലോ, 6:2 അല്ലെങ്കിൽ 2:3. ഇവിടെ എന്തിനാ വരിക 2:3 തന്നെയാണ് വരുന്നത്. രണ്ടിന്റെ ഈ റേഷ്യോ ഈക്വൽ ആണ്, നമ്മൾ നേരത്തെ പഠിച്ച തിയറംസ് അനുസരിച്ച്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടി അല്ലെ? അങ്ങനെയെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ABCD യുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? therefore area of quadrilateral is equal to area of quadrilateral is equal to എങ്ങനെ വരും? ഈ 4 ഏരിയയും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ? 20 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് 10 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് 30 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് 60 സെന്റിമീറ്റർ സ്ക്വയർ. that is equal to എന്ത് വരും? 10 plus 20 plus 10 20 plus 10 30, 30 plus 30 60, 60 plus 60 120 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ഏരിയ കിട്ടി. എത്രയാ? 120 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. In this picture, the horizontal lines at the top and bottom are parallel. Prove that the yellow and red triangles are of the same area. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ലൈൻസ് അല്ലേ? ഞാൻ ആ പിക്ചർ ഇവിടെ ഉണ്ട്, പിക്ചർ ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്. രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ്, ഈ രണ്ട് ലൈൻസ് എന്താണ്? പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് രണ്ട് ഷേപ്പുകൾ ഇവിടെ വന്നിട്ട്, ഞാനിവിടെ രണ്ട് കളറിലാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ട്, ഒരു യെല്ലോയും ഒരു റെഡും ആണ് കൊടുത്തിരിക്കുന്നത്. എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ അല്ലെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇതിനൊരു പേര് കൊടുക്കുകയാണ്. ഈ പോയിന്റ് എ എന്നും ഇവിടെ ബി എന്നും കൊടുക്കുകയാണ്. അതുപോലെ ഇത് CD, ഈ രണ്ട് ലൈനോട് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഇ എന്നും കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ AB എന്ന് പറയുന്ന ഈ ലൈനും ഈ ലൈനും CD എന്ന് പറയുന്ന ലൈനും പാരലൽ ആയതുകൊണ്ട് ട്രയാങ്കിൾ ABD എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ ABC, ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? അതിനകത്ത് വരുന്ന രണ്ട് ട്രയാങ്കിളിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണെന്ത്? ട്രയാങ്കിൾ ABE എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയെങ്കിൽ കോമൺ ഭാഗം ഈ പാർട്ട് ഒഴിവാക്കി കഴിഞ്ഞാലും ഈ രണ്ട് പോർഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാം എന്താണ്? ട്രയാങ്കിൾ ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. We know that area of triangle ABC is equal to എന്തായിരിക്കും? area of triangle ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഏരിയയോട് ഈക്വൽ ആയിട്ടുള്ള ഏരിയ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD. ട്രയാങ്കിൾ ABD. ഓക്കെ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിലൂടെ ഏരിയ ഉൾപ്പെട്ടതാണ്. അതായത് ABE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCE, ഈ രണ്ട് ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എഴുതാം അല്ലെ? therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ABE, ട്രയാങ്കിൾ ABE പ്ലസ് BCE, ഏരിയ ഓഫ് ട്രയാങ്കിൾ BCE ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്, അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് എഴുതാൻ പറ്റും? ABE പ്ലസ് ADE എന്ന് എഴുതാം. ABE പ്ലസ് ADE. അതായത് ഈ ട്രയാങ്കിളിന്റെ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ആഡ് ചെയ്തതാണ് അല്ലെ? അതുപോലെ തന്നെ ABD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ ആഡ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCE is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE. അതായത് ആദ്യത്തേത് ട്രയാങ്കിൾ ABE പ്ലസ് ട്രയാങ്കിൾ BCE ഈക്വൽ ടു എന്താണ്? ട്രയാങ്കിൾ ABE പ്ലസ് ട്രയാങ്കിൾ
ADE അല്ലേ? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ട്രയാങ്കിൾ ABE പ്ലസ് ട്രയാങ്കിൾ BCE ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ABE പ്ലസ് ട്രയാങ്കിൾ ADE. അപ്പൊ ഇതിനകത്ത് രണ്ടിലും എന്ത് വരുന്നുണ്ട് കോമൺ ആയിട്ട്? ഇതാ ഇവിടെ ട്രയാങ്കിൾ ABE വരുന്നുണ്ട്, ഇവിടെയും ട്രയാങ്കിൾ ABE വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ട്രയാങ്കിൾ BCE ഈസ് ഈക്വൽ ടു എന്താണ്? ട്രയാങ്കിൾ ADE. അതായത് ഇവിടെ ABE വരുന്നുണ്ട്, ഇവിടെ ABE വരുന്നുണ്ട് അല്ലെ? അപ്പൊ രണ്ടും കൂടി ക്യാൻസൽ ആയി പോയി. അല്ലെങ്കിൽ അപ്പൊ എന്തായി? ട്രയാങ്കിൾ BCE ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ADE. ട്രയാങ്കിൾ BCE ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ADE. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCE ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷെ ഇത് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ച ആദ്യത്തെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് നോക്കാം. ക്വസ്റ്റൻ നമ്പർ 8. In the figure, the diagonals of a trapezium split into 4 triangles. The area of the yellow triangle is 10 square centimeters and the area of the green triangle is 20 square centimeters. What is the area of the whole trapezium? ഈ ക്വസ്റ്റനിൽ ഒരു ട്രപ്പീസിയാണ് തന്നിരിക്കുന്നത് അല്ലേ? ആ ഫിഗർ ഇവിടെയുണ്ട്. ട്രപ്പീസിയാണ് തന്നിരിക്കുന്നത്. അതിനെ 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ട്രപ്പീസിയത്തിന്റെ ഓൾ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഇവിടെ തന്നതുകൊണ്ട് നമുക്ക് ബാക്കി ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ കണ്ടുപിടിക്കാം. അങ്ങനെയെങ്കിൽ അതിന്റെ ടോട്ടൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇവിടെ AB പേര് കൊടുക്കുവാണ്. ABCD. ഈ പോയിന്റ് നമ്മൾ E എന്നും പേര് കൊടുത്തു. ഓക്കെ, യെസ്. ഇനി നമുക്കറിയാം ഇത് ട്രപ്പീസിയം ആയതുകൊണ്ട് സെറ്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ അല്ലെ? അതായത് AB പാരലൽ ടു CD ആണെന്ന് തന്നിട്ടുണ്ട് ട്രപ്പീസിയം ആയതുകൊണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ABD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും അതുപോലെ തന്നെ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? യെസ്. അതായത് നമ്മളിപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇതിന് X എന്നും ഇവിടെ Y എന്നും കൊടുക്കുക. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആണ്. എന്താണ്? സെയിം ബേസ് അല്ലെ? സെയിം ബേസ് ആണ്. അതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ലൈനിലുമാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. therefore നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to ABC is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തെഴുതാം? ABD. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്നാണ്. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 20 ആണ് വരുന്നത്, ഇവിടെ X ആണ് വരുന്നത്. ദാറ്റ് ഈസ് 20 plus X is equal to ഇത് രണ്ടും കൂടെ എന്താ വരുന്നത്? 20 plus 10. Therefore X is equal to എന്താ വരിക? 10 centimeter square. Got it? ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ ഏരിയ is equal to എന്തായിരിക്കും? ഇതിന്റെ ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ഇത് X ആയതുകൊണ്ട് X ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 20 plus X, അതായത് 20 plus X is equal to 20 plus 10. Therefore X is equal to എന്താ വരുന്നത്? 10 centimeter square അല്ലെ? ഇത് 10 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? നമുക്കറിയാം ഇത് കോമൺ ആയിട്ടുള്ള ഒരു ബേസിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് ഏത് റേഷ്യോയിലാണോ ഇവിടെ ഈ ഏരിയ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെയും ഉണ്ടാവുക അല്ലെ? യെസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20:10 is equal to 10:y എന്ന് എഴുതാം അല്ലെ? ദാറ്റ് ഈസ് അല്ലെങ്കിൽ 10:20 is equal to y:10 എന്ന് എഴുതാം. ആ റേഷ്യോ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് 10:20 is equal to y:10 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ 10 into 10 20 into y വരും. ദാറ്റ് ഈസ് എങ്ങനെ വരും? 20 into y is equal to 10 into 10.
that is equal to y is equal to എന്താ വരിക 10 into 10 all divided by 20. 0 0 ക്യാൻസൽ ആയി, ബാക്കി ഇവിടെ 2 വന്നു, 1 ഇവിടെയോ 5. that is y is equal to 5 centimeter square. അപ്പോൾ ഇവിടെ വരുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 5 centimeter square. ഇവിടെ നമുക്ക് കിട്ടി 10 centimeter square അല്ലേ. therefore area of the trapezium is equal to എന്താ വരിക 20 plus 10 plus 5 എന്താ വരിക 20 plus 10 30 plus 10 45 centimeter square. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? The picture below shows a trapezium divided into 4 parts by the diagonals. The area of the blue triangle is 4 square centimeters and the area of the green triangle is 9 square centimeters. What is the total area of the trapezium? അല്ലേ, ഇങ്ങനെ ഒരു ഫിഗർ ആണ് അവിടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ട്രപ്പീസിയം, ഇങ്ങനെ ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ട് അല്ലേ. അതിന്റെ ഡയഗണൽസ് ആ ട്രപ്പീസിയത്തെ 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അതിൽ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട്, 9 സെന്റിമീറ്റർ സ്ക്വയറും 4 സെന്റിമീറ്റർ സ്ക്വയറും. അങ്ങനെയെങ്കിൽ ട്രപ്പീസിയത്തിന്റെ ഓൾ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ബാക്കിയുള്ള 2 ട്രയാങ്കിളിന്റെ ഏരിയയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലായി അല്ലേ. യെസ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം? ഇവിടെ നമ്മൾ ഇതിനൊരു പേര് കൊടുക്കുകയാണ്, ABCDE എന്ന് പേര് കൊടുത്തു. ഓക്കെ, ട്രപ്പീസിയം ആണ്. അപ്പോൾ AB ഈസ് പാരലൽ ടു CD ആണ്. ഈ 2 സൈഡും പാരലൽ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ഈ 2 ട്രയാങ്കിളിന്റെ ABD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ് അല്ലെ. അതായത് എന്താണ്? സെയിം ബേസും പിന്നെയോ ഓപ്പോസിറ്റ് വെർട്ടെക്സ് സെയിം ലൈനിലും ആയിട്ടുള്ള പാരലൽ ലൈനിലും ആയിട്ടുള്ള ട്രയാങ്കിൾസിനെല്ലാം ഈക്വൽ ഏരിയ ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്? ABD. ഓക്കെ, യെസ്. അപ്പൊ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനെ 2 സ്മോൾ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ABE എന്ന് പറയുന്ന ട്രയാങ്കിളും അതേപോലെ BCE എന്ന് പറയുന്ന ട്രയാങ്കിളും. അപ്പൊ നമുക്ക് ABC എന്നുള്ളതിന് പകരം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? BCE അല്ലെ. BCE ഇസ് ഈക്വൽ ടു, അതുപോലെ തന്നെ ട്രയാങ്കിൾ ABDയെയും 2 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ABE പ്ലസ് ട്രയാങ്കിൾ ADE അല്ലെ. ട്രയാങ്കിൾ ABE പ്ലസ് ട്രയാങ്കിൾ ADE. സോ ഇനി നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCE ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE. അതായത് ഇവിടെ 2ഉം ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അപ്പോൾ ഇത് 2 ഈക്വൽ ആവണ്ടേ? ഈ 2 ഏരിയ ABE ഈസ് ഈക്വൽ ടു ABE ആണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? BCE ഈസ് ഈക്വൽ ടു ADE ആയിരിക്കും. therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ BCE ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE. യെസ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? BCE എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയ ഏതാണ്? BCE. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയോട് ഈക്വൽ ആണ്. അതായത് നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തത്? ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, യെസ്. പക്ഷെ എത്രയാണെന്ന് നമുക്കറിയില്ല. സോ നമ്മൾ എന്തെടുക്കാണ്? ഇതിനെ X എന്നാക്കി എടുക്കണം. ഇതും X ആണ്. സോ ഇനി നമുക്ക് വളരെ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ ട്രയാങ്കിളിന്റെ റേഷ്യോ, ഈ 2 ട്രയാങ്കിളുടെയും റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഈ 2 ട്രയാങ്കിളുടെ ഏരിയയുടെ റേഷ്യോയോട് ഈക്വൽ ആയിരിക്കും അല്ലെ. സെയിം ബേസ് ആയി വരുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന് ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിലായിരിക്കും എന്ത് വരിക? ഏരിയയും ഡിവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? 9:, ഈ ഏരിയയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:x. 9:x is equal to ഇതെങ്ങനെ വരും? 9:x is equal to എങ്ങനെ വരും? യെസ്, x is to 4 എന്ന് വരും അല്ലെ. യെസ്.
അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് 9 into 4 ചെയ്യാം. 9 into 4 that is equal to x into x. That is x into x is equal to 9 into 4. That is x square is equal to 9 into 4 എന്ന് പറഞ്ഞാൽ 36. x square is equal to 36. That is x is equal to root 36 is equal to 6. So ഇത് എത്രയാണ് വരുന്നത്? 6 centimeter square. ഇതും 6 centimeter square. Therefore area of trapezium is equal to എങ്ങനെ വരും? Area of trapezium is equal to 9 plus 6 plus 4 plus 6 അല്ലേ? 9 plus 6 plus 4 plus 6 is equal to എന്ത് വരും? 4 plus 6 10, 10 plus 6 16 plus 9 25 centimeter square. Okay, therefore area of the trapezium is equal to 25 centimeter square. Okay, yes. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.